പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സുന്ദരമായ മറ്റൊരു പ്രഭാതം. ഇന്ന് ബുധനാഴ്ച ജനുവരി മാസം 21 ഈ ദിവസം ദൈവം ദാനമായി തന്നതാണ്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തേയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 12-ാമത്തെ വചനമായിരുന്നു. 1-ാം അധ്യായം 12-ാമത്തെ വചനം അതിങ്ങനെയാണ് പറയുന്നത്: എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. അതായിരുന്നു നാം കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനമാണ്. The letter of Saint Paul to the Galatians chapter 4 verse 6. അതിങ്ങനെയാണ് നമ്മോട് പറയുന്നത്: നിങ്ങൾ മക്കളായതുകൊണ്ട് അബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. നാം ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ നിക്ഷേപിച്ചിട്ടുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചുകൊണ്ട് നമ്മെ പുത്രൻ്റെ സ്വഭാവത്തിലേക്ക്, പുത്രനിലേക്ക് നമ്മെ ആകർഷിച്ച് പുത്രത്വം നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ പുത്രൻ്റെ ആത്മാവിനെയാണ് നമ്മിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മക്കളാണ്. നമുക്ക് ധൈര്യത്തോടെ അപ്പാ പിതാവേ എന്ന് വിളിക്കാം. അപ്പാ, എൻ്റെ അപ്പൻ, സ്വർഗസ്ഥനായ അപ്പൻ, ആ അപ്പനെ സന്തോഷത്തോടെ അപ്പാ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കും. Because you are children, God has sent the Spirit of His Son into our hearts, crying, Abba, Father. പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം, അല്ലേ? നമുക്ക് അപ്പാ എന്ന് വിളിക്കാനായിട്ട് സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ അപ്പാ എനിക്ക് വേണം, എനിക്ക് തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ, നമുക്ക് പറയാനായിട്ട് ധൈര്യത്തോടെ പറയാം. കാരണം നാം മക്കളാണ്. ആമേൻ.